ഹലോ ഗേസ്, ഹാപ്പി മാരി സ്ഥലത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് എർത്ത് ഡേ ആണ്. അപ്പോൾ എർത്ത് ഡേ ആയിട്ട് നമ്മൾ ഫുള്ള് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. എർത്ത് ഡേ ആയിട്ട് നമ്മൾ ഫുള്ള് ബിസിയാണ് ഗേസ്. അതുകൊണ്ട് ഫുള്ള് ഇനിയിപ്പോൾ ക്യാൻറ്റിലൊക്കെ നിറച്ചിട്ട് അടിപൊളി ആഘോഷമായിരിക്കും. അത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ, ഹലോ ഗേസ്, സത്യമേരി സത്യത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, എർത്ത് ഡേ ആണ്. പക്ഷേ എർത്ത് ഡേക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ഡേ ആഘോഷിക്കുന്നതും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എർത്ത് ഡേ ചെയ്യേണ്ടതും എന്ന് നമുക്ക് നോക്കാം. എൻവോൾമെൻറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധനം വളർത്തുന്നതിനും പ്ലാനറ്റിനെ സംരക്ഷിക്കുന്നതിനുമുള്ള പ്രവർത്തനത്തെ എൻകറേജ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ഡേ ആഘോഷിക്കുന്നത്. മാലിന്യം കുറിക്കുക, ഊർജ്ജം ലാഭിക്കുക, മരങ്ങൾ നട്ടുപിടിക്കുക എന്നിങ്ങനെയുള്ള ചെറിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റം ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലും കൂടിയായിട്ടാണ് നമ്മൾ ഈ ഭൂമി ദിനം ആഘോഷിക്കുന്നത്. ഇത്തരം പ്രവൃത്തിയിലൂടെ നമുക്ക് നമ്മുടെ എർത്തിനെ സംരക്ഷിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ചെയ്യാൻ പറ്റുന്നു. കാരണം ഇന്നൊരു കാലാവസ്ഥയിൽ നമ്മുടെ മരങ്ങളായിരുന്നാലും ഭൂമി എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പം ഇതിലൂടെ ഈ ഒരു എർത്ത് ഡേയിലൂടെ നമുക്ക് ഇതെല്ലാം ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ഹോട്ടൽ കൂടിയാണ് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഹോട്ടൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കഞ്ഞിയും പയറും പപ്പടമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഇന്നത്തെ ഒരു എർത്ത് ഡേ ഫുൾ കംപ്ലീറ്റ് ആയി ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.